കാറ്റത്തെ കിളിക്കുടിലെ അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനുള്ള കാരണക്കാരൻ അച്ഛനാണെന്നാണ് നികേഷ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കുകയും അച്ഛനോട് മര്യാദയില്ലാതെയും സംസാരിക്കുകയാണ്. എന്നാൽ എല്ലാ സത്യങ്ങളും അറിയുന്ന നിധിക്ക് ഇത് കേട്ടു നിൽക്കാൻ കഴിയണില്ല. ദേഷ്യം വന്ന നിധി നികേഷിൻ്റെ മുഖത്തടിക്കുന്നു. എന്നാൽ ചേട്ടത്തി തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടിച്ചില്ലേ എന്നുള്ള സങ്കടത്തോടു കൂടി നികേഷ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. രാത്രിയായിട്ടും നികേഷ് വീട്ടിലെത്താത്തതുകൊണ്ട് സുഭാഷേട്ടനും ഹരീഷും ഒക്കെ അവനെ അന്വേഷിച്ച് പോകാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ നിധി തടയുന്നുണ്ട്. ആരും അവനെ അന്വേഷിച്ച് പോവണ്ട, അവൻ ചെയ്ത തെറ്റ് അവൻ സ്വയം മനസ്സിലാക്കി തിരിച്ചു വരട്ടെ. അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ഇനി ആരോടും അവനിങ്ങനെ മര്യാദയില്ലാതെ സംസാരിക്കരുത്. സുഭാഷേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, അവൻ തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട് നിധി. അങ്ങനെ നികേഷിനെയും കാത്ത് ചേട്ടന്മാര് കിളിക്കൂട്ടിന് പുറത്തിരിക്കുകയാണ്. കുറേ സമയം കാത്തിരുന്നിട്ടും അവനെ കാണാത്തതുകൊണ്ട് സുധീഷ് ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. പലതവണ വിളിച്ചിട്ട് നികേഷ് ഫോൺ എടുക്കുന്നില്ല. ഫോൺ കട്ട് ചെയ്യാണ്. വീണ്ടും വീണ്ടും സുധീഷ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സഹി കെട്ട് നികേഷ് ഫോൺ എടുത്ത് ഹലോ എന്താ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. നികേഷ്, നീ ഫോൺ കട്ടാക്കരുത്, എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ ഇതെവിടെ പോയിരിക്കുക? നേരം എത്രയായി? എന്താ വീട്ടിലേക്ക് വരാത്തത്? പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ വീട്ടിലേക്ക് വരില്ല. ഏട്ടത്തി എന്നെ അടിക്കുമ്പോൾ നിങ്ങളാരും എനിക്ക് വേണ്ടി സംസാരിച്ചില്ലല്ലോ. ഇനി ഞാൻ വീട്ടിലേക്കില്ല. നിങ്ങൾക്ക് ആർക്കും എന്നോട് സ്നേഹമില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, എടാ നീ അങ്ങനെയൊന്നും പറയല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നോട് ഒത്തിരി ഇഷ്ടമാണ്, നിനക്കത് അറിയാവുന്നതല്ലേ. നിന്നെ അടിച്ചത് നിന്റെ ചേട്ടത്തിയല്ലടാ. അത് മനസ്സിലാക്കി നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോൾ നികേഷ് സമ്മതിക്കുന്നില്ല. ഇനി എന്നെ വിളിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യാണ്. എന്നാൽ നികേഷിനെ കാവലായി അച്ഛൻ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാൽ നികേഷ് ഇതൊന്നും കാണുന്നില്ല. അച്ഛനാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്, ഇവനെ പറയാതെ എവിടെയെങ്കിലും പോയാലോ എന്ന്. അതുകൊണ്ട് ഇവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞതും നിധി സുധീഷിൻ്റെ ഫോൺ എടുത്ത് നികേഷിന് വിളിക്കുകയാണ്. എന്നാൽ വിളിക്കുന്നത് സുധീഷാണെന്ന് വിചാരിച്ച് പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്ത് നികേഷ് പൊട്ടിത്തെറിക്കുകയാണ്. എന്തിനാ വീണ്ടും എന്നെ വിളിച്ചത്? വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാനിനി ആ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. നികേഷേ, ഇത് ഞാൻ നിൻ്റെ ചേട്ടത്തിയല്ലേ. നിന്നെ അടിക്കാനുള്ള അധികാരം എനിക്കുണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നെ അടിച്ചത്. നിനക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ, എന്നെ ചേട്ടത്തിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ നീ വീട്ടിൽ തിരിച്ചെത്തണം. അല്ല, ഇനിയിപ്പോൾ എനിക്ക് നിന്നെ അടിക്കാനുള്ള അധികാരമില്ലെങ്കിൽ, നീ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നീ വരുന്നതിന് മുൻപ്, അതല്ല നിൻ്റെ മനസ്സിൽ എനിക്ക് ആ സ്ഥാനമില്ലെങ്കിൽ, എന്നോട് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോളാം. ഇത് കേട്ടത് നികേഷ് പറയുന്നുണ്ട്, വേണ്ട ഏട്ടത്തി, ഞാൻ വന്നോളാം. ശരി, എന്നാൽ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ നോക്കെന്നും പറഞ്ഞ് നിധി കോള് കട്ട് ചെയ്യുന്നുണ്ട്. നിധിയുടെ സംസാരം കേട്ട് എല്ലാവരും അമ്പരപ്പോടു കൂടി നോക്കി നിൽക്കുകയാണ്. സുധീഷ് ഹരീഷിനോട് പറയുന്നുണ്ട്, എടാ അവൾ പറഞ്ഞത് കേട്ടില്ലേ, എത്ര പക്വതയോടു കൂടിയാ എൻ്റെ നിധി സംസാരിക്കുന്നത്, എത്ര ലാഘവത്തോടു കൂടിയാ ഓരോ സിറ്റുവേഷൻസും അവർ കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. അല്പസമയം കഴിഞ്ഞതും നികേഷ് വീട്ടിലേക്ക് വരുന്നുണ്ട്. സുഭാഷേട്ടൻ ദൂരെ നിന്നും അവൻ വരുന്നത് കണ്ടപ്പോൾ ഓടി അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുഭാഷേട്ടാ വേണ്ട, എങ്ങോട്ടേക്കാണ് ഓടുന്നത്? അവൻ ഇത്രയും ദൂരം വന്നില്ലേ, ഇനി അവൻ സ്വയം അകത്തേക്ക് കയറി വരാനും അവനക്കറിയാം. ഇത് കേട്ടതും ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നികേഷ് ഉമ്മറത്തെത്തുന്നുണ്ട്, പക്ഷേ അകത്തേക്ക് കയറുന്നില്ല. ഇത് കണ്ട് സുധീഷ് അകത്തേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ടും അവനൊന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുക. ആരെങ്കിലും ചെന്ന് വിളിച്ചാലേ അകത്തേക്ക് കയറൂ എന്നുള്ള വാശിയോടെ. ഇത് മനസ്സിലാക്കിയ ഹരീഷ് പെട്ടെന്ന് ഇറങ്ങി ചെന്ന് ഇങ്ങ് കയറി വാടാ എന്ന് പറഞ്ഞ് നികേഷിൻ്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിക്കുകയാണ്. അകത്തേക്ക് കയറിയതും നികേഷ് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. നിധി അവൻ്റെ മുന്നിലേക്ക് കയറി നിന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ ഉദ്ദേശം? നീ അച്ഛനോട് എത്ര മര്യാദയില്ലാതെ സംസാരിച്ചത്? വയസ്സിന് മൂത്തവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇതാണോ നീ കോളേജിൽ വെച്ച് പഠിക്കുന്നത്? ഇതാണോ നിൻ്റെ സംസ്കാരം? ഇത് കേട്ടത് നികേഷ് പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ കാരണക്കാരൻ അവരാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത് കേട്ടത് നിധി പറയുന്നുണ്ട്, എന്ത് വന്നാലും വയസ്സിന് മുതിർന്നവരോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. പിന്നെ നീ ചെയ്തത് തെറ്റായതുകൊണ്ടാണ് നിന്നെ ഞാൻ അടിച്ചത്. അടിക്കുന്നത് തെറ്റ് തന്നെയാണ്, ആരെയും അടിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ അടിച്ചുപോയി. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടും നിന്നോടുള്ള അധികാരം കൊണ്ട് തന്നെയാണ്. ഞാൻ എന്ത് ചെയ്താലും അതിലൊരു ശരിയുണ്ടെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? അല്ല, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്താലും ഞാൻ ഒന്നും വേണ്ടില്ല. നിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഒരു അഭിപ്രായം പറയാനും വരില്ല. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഇത് കേട്ടതും നികേഷിന് സങ്കടം വരുന്നുണ്ട്.
ചേട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് ഏട്ടത്തിയെ ഒരുപാട് ഇഷ്ടമാണ്. ഇത് കേട്ട് നിധി ചോദിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് നിന്നെ അടിക്കാനും ഉപദേശിക്കാനൊക്കെ അധികാരം ഉണ്ടെന്നാണോ നീ പറയുന്നത്? ഇത് കേട്ടത് നികേഷ് പറയുന്നുണ്ട്, അതെ. എങ്കിൽ ശരി, ഇനി മുതൽ ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും ആരുമായിട്ട് വഴക്കിട്ടാലും നീ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോവാൻ പാടില്ല. പിന്നെ വയസ്സിന് മുതിർന്നവരോട് മര്യാദയില്ലാതെ സംസാരിക്കാനും പാടില്ല. ഇത് കേട്ട് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് നികേഷ് ഉറപ്പ് കൊടുക്കുകയാണ്. പെട്ടെന്ന് നിധി നികേഷിൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ ചെയറിൽ ഇരുത്തുകയാണ്. നീ കഴിച്ചിട്ടില്ലല്ലോ, നിനക്ക് വിശക്കുന്നില്ലേ? ഞാൻ ഭക്ഷണം എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞു പോയി കിച്ചണിലേക്ക് പോകുന്നുണ്ട്. നിധിയുടെ പക്വതയോടെയുള്ള ഈ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് സുഭാഷ് ഏട്ടന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. സുധീഷിനാണെങ്കിൽ സന്തോഷം കൊണ്ട് അത് അടക്കി പിടിക്കാനും കഴിയുന്നില്ല. പെട്ടെന്ന് ഹരീഷിനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കവിളിൽ ഉമ്മ കൊടുക്കുകയാണ്. ഇനി അവൻ തുടങ്ങിയെന്ന് തുടച്ചുകൊണ്ട് ഹരീഷ് പറയുന്നുണ്ട്. ദേ നോക്കടാ, എൻ്റെ നിധി എത്ര പക്വതയോട് കൂടിയാ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്കിതേ എന്നെ കോരി തരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈകളിങ്ങനെ നീട്ടി കാണിക്കുകയാണ്. അപ്പോഴേക്കും നിധി നികേഷിനുള്ള ഭക്ഷണമായിട്ട് വരുന്നുണ്ട്. നികേഷ് അത് വളരെ ആർത്തിയോട് കൂടി കഴിക്കുകയാണ്. നിധി അവൻ്റെ അരികിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാനായിട്ട് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ നിധി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. നീ എന്തിനാ മോളെ ഇന്നലെ അവനെ അടിച്ചത്? അവൻ കുഞ്ഞല്ലേ, അവൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വെച്ച് അവനെ അടിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് നിധി ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ഛാ, എനിക്ക് അവനെ അടിക്കാൻ പാടില്ലേ? അയ്യോ മോളെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അവനെ അടിക്കാനുള്ള അധികാരമൊക്കെ നിനക്കുണ്ട്. പക്ഷെ സത്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അവനത് അറിയേയില്ല, അതുകൊണ്ടല്ലേ അവൻ ദേഷ്യപ്പെടുന്നത്. മോളടിച്ചപ്പോൾ അവൻ വീട് വിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. അവനക്ക് ഒത്തിരി സങ്കടമായിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അതിനെന്താ, സങ്കടം വന്നാലും അവൻ ഇറങ്ങിപ്പോയാലും അവനെ സംരക്ഷിക്കാനും അവനെ നോക്കാനും ഒക്കെ ഈ അച്ഛനുണ്ടല്ലോ. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞതെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്നും അറിയുന്നില്ലെന്ന് വിചാരിച്ചോ? അവനെ ഇറങ്ങിപ്പോയതും അച്ഛൻ പിറകെ പോകുന്നത് കണ്ടല്ലോ. നേരം ഇരുട്ടുന്നത് വരെ നികേഷിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? എനിക്കറിയാം അച്ഛാ എന്ന് പറയുകയാണ് നിധി. ഇത് കേട്ട അച്ഛനൊരു ചിരിയോടുകൂടി പറയുന്നുണ്ട്, നീയൊരു CID ഓഫീസർ ആവേണ്ടതായിരുന്നു, ബ്രില്യൻ ഗേള എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. നിധി നേരെ കിച്ചണിലേക്ക് ചെല്ലുകയാണ്. അവിടെ സുഭാഷ് ഏട്ടൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബിരിയാണി കേടുവന്നിരിക്കുന്നത് കണ്ട് നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ദേ എത്ര ചോറാ വേസ്റ്റായി പോകുന്നത്, നമുക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണം. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, മോളെ ഇതെൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. കുറച്ച് ക്യാഷൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ച് വരുന്ന സമയത്താണ് ആ ക്യാഷ് വേറെ എന്തിനെങ്കിലുമൊക്കെ ചിലവായി പോവും. എന്തായാലും ഇനി പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വേണ്ടി നോക്കാം. ഇന്നലെ ഞാൻ നികേഷിനെ അടിച്ചതിൽ സുഭാഷ് ഏട്ടന് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കേണ്ട നിധി. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് നിന്നോട് ഒരു വിരോധവും ഇല്ല, അത് വേണ്ടത് തന്നെയായിരുന്നു. നീ ചിന്തിക്കുന്നത് പോലെ എനിക്കൊന്നും ചിന്തിക്കാനേ കഴിയില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പെൺകുട്ടികളുടെ മനസ്സിൽ അമ്മമാരുടെ ഒരു സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാവും. നീ സിറ്റുവേഷൻസൊക്കെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. നിന്നെ അത്രയ്ക്ക് അവൻ സ്നേഹിക്കുന്നുമുണ്ട്, ബഹുമാനിക്കുന്നുമുണ്ട്. അതുകൊണ്ടാ നീ വിളിച്ച അപ്പം തന്നെ അവൻ വീട്ടിലേക്ക് വന്നത്. ഇത് കേട്ട് നിധി ചിരിക്കുന്നുണ്ട്. കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ട് നിൽക്കുകയാണ് നിധി. പക്ഷെ സുഭാഷ് ഏട്ടൻ സമ്മതിക്കുന്നില്ല. ഒരുപാട് അഴുക്കുള്ള പാത്രങ്ങളാണ്, ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ കയ്യിൽ നിന്ന് അതൊക്കെ മേടിച്ച് വെക്കുകയാണ്. അല്പസമയം കഴിഞ്ഞതും നികേഷ് കോളേജിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ്. അപ്പോൾ ഹരീഷ് ഒരു ഷർട്ട് എടുത്തുകൊണ്ട് വന്ന് നികേഷിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എടാ ഈ ഷർട്ട് നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഷർട്ട് ഉണ്ട്, ഇത് ഹരീഷ് ഏട്ടന് വാങ്ങിച്ചതല്ലേ, ഹരീഷ് ഏട്ടൻ തന്നെ ഇട്ടോളൂ എന്ന് പറഞ്ഞ് കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എടാ എനിക്ക് വാങ്ങിച്ചത് തന്നെയാണ്, പക്ഷേ ഇത് നിനക്ക് നന്നായിട്ട് ചേരും, നീ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, അല്ല സുഭാഷ് ഏട്ടാ, ഹരീഷിൻ്റെ ഷോപ്പിൽ ഒരു പൂജ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഷോപ്പിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓണർ തരുന്ന അന്ന് തന്നെ നമുക്ക് പൂജ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിധി അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്ന് ഹരീഷിൻ്റെ ഷോപ്പിന് ക്യാഷ് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അച്ഛൻ വന്നില്ല. ഇനി ചെറുതായിട്ടൊരു പൂജ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അന്നേ ദിവസം ഞങ്ങളോടൊപ്പം അച്ഛനും വരണം. ശരി, ഷോപ്പിന് എൻ്റെ പേര് വെക്കണം, എന്നാൽ ഞാൻ വരാമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ നിധി വിളിച്ച് പറയുന്നുണ്ട്, ശരി അങ്ങനെ ചെയ്യാം.
ഇത് കേട്ട് സുധീഷ് ഹരീഷിനോട് പറയുന്നുണ്ട്, എടാ ഷോപ്പിൻ്റെ പേര് എൻ്റെ പേര് വെച്ചോ, അതാ നിനക്ക് നല്ലത്. ഓ ശരി ശരി എന്ന് പറയാണ് ഹരീഷ്. നികേഷ് കോളേജിലേക്ക് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിധി പറയുന്നുണ്ട്, നികേഷേ നമുക്ക് ഒരുമിച്ച് പോവാം, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ടാണെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്താ എങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ മാത്രമേ നീ എന്നോടൊപ്പം വരത്തുള്ളൂ, നീ ഇങ്ങ വാ എന്നും പറഞ്ഞുകൊണ്ട് നികേഷിനെ വിളിച്ചുകൊണ്ട് നിധി പോകുന്നുണ്ട്. നിധി നികേഷിനെയും കൊണ്ട് നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിലെത്തിയതും നികേഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഏട്ടത്തി ഇവിടെ വന്നത്? എന്താ ചേച്ചിയുടെ പിറന്നാളാണോ, അതോ നമ്മുടെ വീട്ടിൽ വേറെ ആരുടെങ്കിലും പിറന്നാളാണോ? ഇത് കേട്ടത് നിധി ചോദിക്കുന്നുണ്ട്, എന്താടാ ഒരാൾക്ക് വർഷത്തിൽ 2 പിറന്നാളുണ്ടാവോ? എൻ്റെ പിറന്നാൾ കഴിഞ്ഞതല്ലേ, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് നികേഷിനെയും കൂട്ടി അമ്പലത്തിനകത്തേക്ക് പോവാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം പ്രസാദം വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടെ ഒരു ആലിന് ചുവട്ടിൽ ഇരിക്കുകയാണ്. അല്പസമയം രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. നികേഷ് തല താഴ്ത്തിയിരിക്കുകയാണ്. നിധി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട്, സോറി നികേഷേ, ഞാൻ നിന്നെ അടിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണ് നിധി. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, ചേട്ടത്തി എന്തിനാ സോറി പറയുന്നത്? ചേച്ചിക്ക് എന്നെ അടിക്കാനും ഉപദേശിക്കാനും ഒക്കെ അധികാരമുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടി എന്നെ അടിച്ചതിലാണ് എനിക്ക് സങ്കടം വന്നത്. അതിലെനിക്ക് വിഷമമുണ്ട്. ഞാൻ ചെയ്തത് മാത്രമാണോ ചേട്ടത്തി തെറ്റ്? അവർ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലേ? ഇത്രമാത്രം വെറുക്കാനായിട്ട് അച്ഛൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വളർന്നത്. അതിനൊക്കെ കാരണം അദ്ദേഹമാണ്. സുഭാഷ് ഏട്ടൻ്റെ അമ്മയെ കൊന്നതും അവരല്ലേ? പിന്നെ എൻ്റെ അമ്മയും കൊല്ലേണ്ടതായിരുന്നു. അന്ന് ഞാൻ കണ്ടതുകൊണ്ടാണ് അമ്മ രക്ഷപ്പെട്ടത്. ഇത് നികേഷേ, അച്ഛനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. സുഭാഷ് ഏട്ടൻ്റെ അമ്മയെ കൊന്നു പറയുന്നു, അത് സത്യമാണോ എന്ന് ആർക്കറിയാം? ഇപ്പം തന്നെ നോക്ക്, നിൻ്റെ അമ്മയും അച്ഛൻ കൊന്നു എന്ന് തന്നെയല്ലേ ഈ നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത്. എന്തിനു പറയണോ, നിങ്ങളും അങ്ങനെ തന്നെയല്ലേ വിശ്വസിച്ചിരുന്നത്. എന്നിട്ടിപ്പോൾ എന്തായി? നമുക്ക് മനസ്സിലായില്ലേ, നിൻ്റെ അമ്മ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലാന്ന്. അപ്പം നിങ്ങളൊക്കെ ഈ സത്യം മനസ്സിലാക്കാതെ അച്ഛനെ കുറ്റപ്പെടുത്തുമ്പോൾ ആ അച്ഛൻ്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? നീ ഒന്ന് മനസ്സിലാക്കണം, അച്ഛൻ്റെ ഭാഗത്ത് ഒരുപാട് ശരികളുണ്ടാവും, അത് നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. പിന്നെ നിൻ്റെ അമ്മയുടെ കാര്യത്തിലും ഒരു വലിയ രഹസ്യം എനിക്കറിയാം, പക്ഷേ അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, എന്താ ഏട്ടത്തി, എന്ത് രഹസ്യമാണ്? എന്നോട് പറഞ്ഞൂടെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും വർഷം നീ അമ്മയില്ലാതെ വളർന്നു, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇപ്പം നിൻ്റെ അമ്മ വന്നു, പക്ഷേ നിൻ്റെ അടുത്ത് നിന്നില്ല, ആരോടും പറയാതൊരു ദിവസം ഇറങ്ങിപ്പോയി. അതിനർത്ഥം അവർക്ക് നിന്നോടൊപ്പം നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. നിന്നോടൊപ്പം നിൽക്കണമെന്ന് അവർക്ക് മനസ്സുണ്ടെങ്കിൽ എന്തെന്നെ പ്രശ്നം ഉണ്ടായാലും നിന്നോടൊപ്പം നിന്നേനെ. നീ എപ്പോഴും നിൻ്റെ അമ്മയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് നീ ഇത്രയ്ക്ക് വിഷമിച്ചിരിക്കുന്നത്. നീ നിൻ്റെ ചേട്ടന്മാരെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സുഭാഷ് ഏട്ടന് നീ എന്ന് വെച്ച ജീവനാ. അദ്ദേഹത്തിന് 24 മണിക്കൂറും നിന്നെക്കുറിച്ചുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഹരീഷിനും സുധീഷിനും. എന്തിനു പറയണോ, ഇത്രയും മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട്. എനിക്കും നിന്നെ ഒത്തിരി ഇഷ്ടമാണ് നികേഷേ. സുഭാഷ് ഏട്ടൻ്റെ കാര്യം തന്നെ നോക്ക്, ചെറുപ്പത്തിൽ നിങ്ങളെ 3 പേരെ നോക്കാൻ സുഭാഷ് ഏട്ടനുണ്ടായിരുന്നു. പക്ഷേ സുഭാഷ് ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? പക്ഷേ അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല, നിങ്ങളെ പൊന്നുപോലെ നോക്കി. നിന്നെപ്പോലെ അമ്മയില്ലാന്നും പറഞ്ഞ് സുഭാഷ് ഏട്ടൻ വിഷമിച്ചിരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ആകെ വിഷമത്തിലാവുമായിരുന്നില്ലേ? നീ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ അച്ഛനെയും അമ്മയും ചേട്ടനെയും ചേട്ടൻ്റെ കുഞ്ഞിനെയൊക്കെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നറിയോ? അവരെന്നെ സ്നേഹിച്ചിരുന്നു. അവരൊക്കെ ഉപേക്ഷിച്ചിട്ടല്ലേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നിങ്ങളെല്ലാവരുടെയും സ്നേഹം കൊണ്ട് അവരുടെ ഇല്ലാത്ത ഒരു വിഷമം എനിക്ക് അറിയുന്നില്ല. ഞാൻ അവരെ പറ്റി ഇപ്പം അങ്ങനെ ചിന്തിക്കാറ് പോലുമില്ല. അതുപോലെ നീയും നിൻ്റെ ചുറ്റുപാടും നിന്നെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിനക്കില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഒരുപാട് വിഷമാവുന്നത്. നീ നിൻ്റെ ചുറ്റുപാടുള്ളൊന്ന് നോക്ക്. നിങ്ങളുടെ വീട്, അതിന് ചുറ്റുമുള്ള വലിയ തോട്ടം, പിന്നെ മുറ്റത്തൊരു കാറ്, ഇനിയും 2-3 ബൈക്കൊക്കെ ഇടാനുള്ള സ്ഥലമുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല നികേഷേ. നീ കോളേജിൽ പോയിരിക്കുന്ന സമയത്ത് 2 ബുക്ക് എടുത്ത് നിനക്ക് ഉള്ളതിനെക്കുറിച്ചും ഇല്ലാത്തതിനെക്കുറിച്ചും 2 ബുക്കിലായിട്ട് എഴുതുക. എന്നിട്ട് ഏതിലാണ് കൂടുതലെന്ന് നീ ഒന്ന് നോക്ക്. ഇത് കേട്ടത് നികേഷ് പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏട്ടത്തി, എനിക്കറിയാം, എനിക്ക് സൗഭാഗ്യങ്ങൾ തന്നെയാണ് കൂടുതൽ. ഏട്ടത്തി പറഞ്ഞപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പം എനിക്കൊരു വിഷമമില്ല എന്ന് പറയാണ്. അത് കേട്ട് നിധിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരിക്കുകയാണ് അവർ.
അതിനുശേഷം നിധി നികേഷിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടുന്നുണ്ട്. ഏട്ടത്തി താങ്ക്സ് എന്ന് പറയുകയാണ്. അപ്പോൾ നിധി അവൻ്റെ കവിളിലൊന്ന് പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ താങ്ക്സ് ഒന്നും പറയണ്ട, നീ സന്തോഷമായിട്ടിരിക്കണം എപ്പോഴും. അപ്പോഴാണ് വീട്ടിലുള്ള എല്ലാവർക്കും ഞാനടക്കം സന്തോഷം ഉണ്ടാവുള്ളൂ. എന്നാൽ ശരി, ഞാൻ പോണു എന്ന് പറഞ്ഞുകൊണ്ട് നിധി ഓഫീസിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതും സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ നികേഷേ, ഏട്ടത്തിയും നീയും തമ്മിലൊരു സംസാരമൊക്കെ, എങ്ങോട്ടാണ് നിങ്ങൾ പോയതെന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോയതെന്ന് നികേഷ് പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, അമ്പലത്തിലേക്കോ? അതെന്തിനാണ് നിങ്ങൾ ഈ സമയത്ത് അമ്പലത്തിലേക്ക് പോയത്? അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അവിടെ വെച്ച് ഏട്ടത്തി എന്നോട് ഒരുപാട് സംസാരിച്ചു. സത്യത്തിൽ നമ്മുടെ ഏട്ടത്തി സൂപ്പറായിട്ടാ എന്ന് പറയാണ്. ഇത് കേട്ട് സുധീഷ് ചിരിക്കുന്നുണ്ട്. അതെനിക്ക് അറിയാമല്ലോ. എന്താ നിൻ്റെ ഏട്ടത്തി പറഞ്ഞതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറയാണ്. എല്ലാം കേട്ടതിന് ശേഷം സുധീഷ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞോ? അതേ സുധീഷ് ഏട്ടാ, ഏട്ടത്തി എത്ര നന്നായിട്ട് സംസാരിച്ചെന്നറിയാമോ? ഏട്ടത്തി സംസാരിച്ചത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചിന്തിച്ചത്, എന്താ ഞാൻ ഇങ്ങനെയെന്ന്. എത്ര കാലമായിട്ടും ആരും ഇതുപോലെ എന്നോട് സംസാരിച്ചിട്ടില്ല. ഏട്ടത്തി സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണൊന്ന് തുറന്നത്. അപ്പോൾ സത്യത്തിൽ എൻ്റെ ആൾ സൂപ്പറല്ലേ? അവൾ ഈ പ്രായത്തിൽ ഇത്രയ്ക്കും മെച്യൂരിറ്റി ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും? എന്തായാലും നീ എന്നോട് താങ്ക്സ് പറയേണ്ടതാ, ഇത്രയും നല്ലൊരു ഏട്ടത്തിയെ നിനക്ക് തന്നതിന്. അതേട്ടൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഇത്രയും ബുദ്ധി സാമർഥ്യമുള്ള ഏട്ടത്തി എങ്ങനെയാ ചേട്ടനെ ലവ് ചെയ്യുന്നത്? അതിനൊട്ടും ചാൻസ് ഇല്ല. ഇത് കേട്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. ദേ, ഇത്രയും നേരം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലടാ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ പറയുന്നത്? ഞാൻ ചുമ്മാ പറഞ്ഞതാ. എൻ്റെ ആഗ്രഹം ഏട്ടനും ഏട്ടത്തെയും കൂടെ സുഖമായിട്ട് ജീവിക്കുന്നത് കാണാൻ തന്നെയാ. ശരി ശരി, എന്തായാലും പെട്ടെന്ന് കോളേജിലേക്ക് പോകാൻ നോക്ക്. അല്ല, നീ കോളേജിലേക്ക് തന്നെയല്ലേ പോകുന്നത്? ഞങ്ങളെ പറ്റിക്കത്തൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാണ് സുധീഷ്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഇല്ല ഏട്ടാ, ഞാൻ ചേട്ടത്തിക്ക് സത്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇനി ഒരു തെറ്റ് ചെയ്യത്തില്ല, എവിടെയും പോവില്ലെന്ന്. ആ വാക്ക് ഞാൻ പാലിക്കും. അങ്ങനെ സുധീഷ് അവിടെ നിന്നും പോയ ഉടനെ തന്നെ ഗായത്രി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നികേഷിനെ കണ്ടതും നികേഷിൻ്റെ അടുത്തേക്ക് വരികയാണ്. അല്ല, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഓക്കെ ആണോ? ഇന്നലെ കരയുന്നത് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പം നികേഷ് പറയുന്നുണ്ട്, ഞാൻ ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല. എന്തിനാ ഇന്നലെ കരഞ്ഞത്? എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് ഗായത്രി. അത് വീട്ടിൽ ചെറിയൊരു പ്രശ്നം, അത് ആലോചിച്ചിരുന്ന് കരഞ്ഞതാ. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെയാണെന്ന് നികേഷ് പറയുന്നുണ്ട്. എങ്കിൽ ശരി, ബായ് എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രി അങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കുകയാണ്. ഇതേസമയം ഹരീഷ് ഷോപ്പിലിരുന്ന് ഷോപ്പൊന്ന് പുതുക്കി പണിയുന്നതിനെ കുറിച്ചും അവിടെ പുതിയ ഡിസൈനിനെ കുറിച്ചും ഒക്കെ ടിറ്റോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണിൽ നിധി അയച്ചു കൊടുത്ത ഒരു ഡിസൈനുകളൊക്കെ അവനക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതല്ലേ നല്ലത് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നീതു വരുന്നുണ്ട്. നീതുവിനെ കണ്ടതും ഹരീഷ് സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. നീതു, നീ ഇത് കണ്ടോ? നമ്മുടെ ഈ ഷോപ്പ് ഉണ്ടല്ലോ, ഇതൊന്ന് ചെറുതായിട്ട് പുതുക്കി പണിയാൻ പോകുന്നു. ഈ ഫ്രണ്ടിലുണ്ടല്ലോ ഈ ഡിസൈൻസൊക്കെ ഒന്ന് മാറ്റണം. അകത്തും ചില വർക്കുകളൊക്കെ ഉണ്ട്. നീ ഇതൊന്ന് നോക്കിയേ, ഇതൊക്കെ എനിക്ക് നിധിയേട്ടത്തി അയച്ചു തന്ന ഫോട്ടോസാണ്. ഏട്ടത്തിയാ പറഞ്ഞത് കുറച്ച് ചേഞ്ച് എല്ലാം ഇവിടെ വരുത്തണമെന്ന്. ഏട്ടത്തിയുടെ കാര്യം പറയുന്നത് കേട്ടതും നീതുവിന് ദേഷ്യം വരുന്നുണ്ട്. ഓ, നിന്റെ ഏട്ടത്തി പറയുന്നത് പോലെയല്ലേ നീ ഇപ്പോൾ ചെയ്യാറുള്ളൂ? നിനക്ക് ഓവർ ടൈം ജോലി ചെയ്ത് ക്യാഷൊക്കെ തന്നു എന്ന് കേട്ടല്ലോ. നിന്റെ കാര്യത്തിൽ നിന്റെ ചേട്ടത്തിക്ക് അത്രയ്ക്കൊക്കെ ശ്രദ്ധയുണ്ടോ? ഇനി എന്തിനാ നീ വീട്ടിൽ നിന്ന് തന്നെ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നു, എന്നിട്ട് ഇവിടെ വന്ന് ഇത് ശരിയല്ലേ അത് ശരിയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു. എന്തിനാ പറയുന്നത്? നീ അഡ്വാൻസ് കൊടുക്കുമ്പോൾ പോലും എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ. ഇപ്പോൾ ഷോപ്പ് പുതുക്കി പണിയുന്നു എന്ന് പറയുന്നു, അപ്പോഴും എന്നോടൊരു കാര്യം ചോദിച്ചില്ല. എല്ലാം നിന്റെ വീട്ടിലുള്ളവർ പറയുന്നത് പോലെയല്ലേ നീ ചെയ്യുന്നത്? ഇങ്ങനെ നീതു ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹരീഷ് അതൊന്നും കേൾക്കുന്നില്ല. അവൻ്റെ ചെവിയിലൂടെ അതൊന്നും പോകുന്നുമില്ല. അവന് വളരെ സന്തോഷത്തിലാണ്. അവൻ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷോപ്പിലേക്ക് ഇനി എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, അതിനുള്ള ഡിസൈനുകളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് നീതു പറയുന്നുണ്ട്, ഹരീഷേ നീ ഒരുപാട് മാറിപ്പോയി. അപ്പം ഹരീഷ് പറയുന്നുണ്ട്, മനുഷ്യരല്ലേ എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ? പെട്ടെന്ന് ഹരീഷിനൊരു കോൾ വരുന്നുണ്ട്. ബൈക്കിൽ കയറി പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നീതു പറയുന്നുണ്ട്, ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, എന്നിട്ട് നീ എങ്ങോട്ടാ അത് ശ്രദ്ധിക്കാതെ പോകുന്നത്? എനിക്ക് അർജൻറ്റായിട്ട് ഒരിടം വരെ പോകണം, ഞാൻ പോകണു എന്നും പറഞ്ഞുകൊണ്ട് ബൈക്കിൽ കയറി ഹരീഷ് പോകുന്നുണ്ട്. ഇത് കണ്ട് നീതുവിന് ദേഷ്യം വരികയാണ്.